വെക്കുന്നു. അത് മറ്റാരുമല്ല, ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഒന്നും മാറ്റം വരാനൊന്നുമില്ലല്ലോ അല്ല. അപ്പോൾ സാറില്ല, ഇനി ഞാൻ പറഞ്ഞ് വിഷമായി പോകും. അപ്പോൾ നമുക്ക് ഞാൻ വേണമെന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അത് എൻ്റെ തൊണ്ടക്ക് ശരിയാവുന്നില്ല. ഇൻഷാ അല്ലാഹ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം മദീനയുടെ അങ്ങാടിയിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ പുണ്യ നബി തങ്ങൾ തോളിൽ വന്ന് കൈവച്ചു. നബി തങ്ങൾ അങ്ങനെ സ്വഭാവമുണ്ട്, ചെറുപ്പക്കാരെയൊക്കെ ചേർത്ത് പിടിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എനിക്കന്ന് 16 വയസ്സായിരുന്നു. അപ്പോഴാണ് എൻ്റെ നബി തങ്ങൾ എൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞത്, യാ മുആദ് ഇന്നി ഉഹിബ്ബുക, ഓ മുആദ് ഐ ട്രൂലി ലവ് യു, എനിക്ക് നിങ്ങളെ വലിയ സ്നേഹമാണ്, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. അപ്പോൾ മുആദ് എന്നവർ തിരിച്ചു പറഞ്ഞു, ഇന്നി ഉഹിബ്ബുക യാ റസൂലല്ലാഹ്, ഐ ലവ് യു ടു മെസ്സഞ്ചർ ഓഫ് അല്ലാഹ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങയെയും. അപ്പോൾ നബി തങ്ങൾ എന്നെയും ഇഷ്ടമാണല്ലേ, എന്നാ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു തരാം. ഫലാ തദഅ അൻ തഖൂല ദുബറ കുല്ലി സ്വലാഹ് അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അങ്ങനെ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ ഏത് ഫർള് നിസ്കാരം കഴിഞ്ഞാലും ഞാൻ ഈ പറയുന്ന ദിക്ർ നിങ്ങൾ പറയാൻ മറക്കരുതേ. സ്നേഹം കൊണ്ട് പറയാണേ, നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമല്ലേ, എനിക്ക് നിങ്ങളെയും ഇഷ്ടമാണ്. അതിൻ്റെ പേരിൽ പഠിപ്പിക്കുകയാണ്, നിസ്കാരം കഴിഞ്ഞാൽ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. ഓ അല്ലാഹുവേ, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക, ഓ അല്ലാഹ് ഹെൽപ് മീ ടു റിമെമ്പർ യു. അല്ലാഹുവേ, നിന്നെ ഓർക്കാൻ നീ എന്നെ സഹായിക്കണമേ. നിസ്കാരം കഴിഞ്ഞാൽ പറയേണ്ട ദിക്റാണത്. നിസ്കാരത്തിലോ നമ്മൾ ഓർക്കണില്ല, ആര് കൈ കെട്ടി സലാം കൂട്ടി പോരുക എന്നാൽ എൻ്റെ ഇടയ്ക്ക് അള്ളാഹിനെ പറ്റി ഓർക്കുന്നില്ലല്ലോ. ലോകത്തെ എല്ലാ സംഗതി ഓർമ്മ വരുന്നുണ്ട്, അള്ളാഹിനെ മാത്രം ഓർമ്മ വരുന്നില്ല. എന്തൊരു അത്ഭുതമാണല്ലേ. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക, അല്ലാഹുവേ നിന്നെ ഓർക്കാൻ നീ എന്നെ സഹായിക്കണമേ. വശുക്രിക്, ആൻഡ് ടു ബി ഗ്രേറ്റ്ഫുൾ ടു യു, നിനക്ക് നന്ദി ചെയ്യുന്ന ശുക്ർ ചെയ്യുന്ന ഒരു അബ്ദായി മാറണം. അല്ലാഹുവേ, നിനക്ക് അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിയണം എപ്പോഴും, അതിനെന്നെ സഹായിക്കണമേ. വഹുസ്നി ഇബാദതിക്, ആൻഡ് ടു ഡു വർഷിപ്പ് പെർഫെക്റ്റ്ലി, വളരെ മനോഹരമായി അല്ലാഹു നിനക്ക് നിസ്കരിക്കണം, നോമ്പെടുക്കണം. റമദാൻ വരാൻ പോവാൻ, അങ്ങനെ മനോഹരമായി നിസ്കരിക്കുക. നിസ്കാരമില്ലാത്തതുകൊണ്ടല്ല, മനോഹരമായി നിസ്കരിക്കുക. അതൊരു വേറെ സംഗതിയാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുക. ഞങ്ങൾ ഇന്നലെ അബുദാബിയിൽ അസ്മാഉൽ ഹുസ്ന ക്ലാസ് എടുക്കുമ്പോൾ ഈ വിഷയം ഞാൻ സൂചിപ്പിച്ചു. അള്ളാഹുവിൽ ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അദീം, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട് മുശ്രിക്കീങ്ങളിൽ, പക്ഷേ അദീമായ അള്ളാഹുവിനെ വിശ്വസിച്ചിട്ടില്ല. അള്ളാഹു അദീമാൻ എന്ന് മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ എന്താ കാര്യം? മഹോന്നതനായ അള്ളാഹുവിനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്, എല്ലാം കാണുന്ന. ഒരിക്കലും ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം, നോ സ്ലീപ് നോ സ്ലംബർ ഓവർടേക്സ് ഹിം. ഉറക്കമോ തൂങ്ങിയുറക്കമോ ക്ഷീണമോ ഒന്നുമില്ലാത്ത അല്ലാഹു ജല്ല ജലാലു. അതല്ല ആയത്തിൽ കുറിച്ച് പറയുന്നത്. അങ്ങനത്തെ നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കും. വനഹനു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അല്ലാഹു നിങ്ങളോട് അടുത്തിരിക്കുകയാണ്. ഹി ഈസ് ക്ലോസർ ടു യു ദാൻ ദ വെയിൻ ഇൻ യുവർ നെക്ക്. നമ്മുടെ കഴുത്തിൽ കിടക്കുന്ന കണ്ഠനാളിയേക്കാളും അള്ളാഹു നമ്മുടെ കൂടെ അടുത്ത് നിൽക്കുകയാണ്. അങ്ങനത്തെ ഒരു അള്ളാഹുവിനെ മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചിട്ടില്ല. മുഅ്മിനീങ്ങൾ വിശ്വസിക്കുന്നത് ആ മഹോന്നതനായ അള്ളാഹുവിനെയാണ്. ഒന്ന്. മറ്റൊരു കാര്യം പറഞ്ഞത് ശ്രദ്ധിക്കേണ്ടത്, വദ്കുറുല്ലാഹ ദിക്റൻ കതീറാ, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണമേ. കാരണം എന്താ? ധാരാളം എന്നതിന് അണ്ടർലൈൻ ചെയ്യണം. കാരണം മുനാഫിക്കുകൾ അള്ളാഹുവിനെ കുറച്ചോർക്കുന്നവരാ. കുറച്ച് ദിക്റൊക്കെ പോലും ചെല്ലാറുണ്ട്. ലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീലാ. സുബ്ഹാനല്ലാഹ്. മുനാഫിക്കുകൾ അള്ളാഹുവിനെ കുറച്ചോർക്കുന്നവരാ. നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ കൂടുതൽ ഓർക്കേണ്ടവരാണ്. അപ്പൊ നമ്മൾ കുറച്ചൊക്കെ ദിക്റല്ലോ, എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഇരിക്കുന്നു, സ്വലാത്ത് ചൊല്ലുന്നു, പക്ഷേ നമ്മുടെ അത് ഇറ്റ് ഷുഡ് ബി പാർട്ട് ഓഫ് യുവർ ലൈഫ്. നമ്മൾ നമ്മുടെ മക്കളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി കൊണ്ടുവരണം അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ. ഇത് നമ്മൾ സാന്ദർഭികമായിട്ട് പറയാം. അള്ളാഹിനെ ഓർക്കൽ മാത്രമല്ല, ധാരാളം ഓർക്കുക എന്നിടത്ത് അണ്ടർലൈൻ ചെയ്യണം. പിന്നെ അള്ളാഹിനെ വിശ്വസിക്കുക എന്ന് മാത്രമല്ല, മഹോന്നതനായ അള്ളാഹുവിനെ വിശ്വസിക്കണം, അദീമായ അലിയായ അള്ളാഹുവിനെ വിശ്വസിക്കണം. അപ്പോഴേ നമ്മുടെ ഈമാൻ പരിപൂർണ്ണമാകുന്നുള്ളൂ. അല്ല അള്ളാഹ് ഉണ്ട് അങ്ങനെയല്ല. എല്ലാം വീക്ഷിക്കുകയും തർബീത്ത് ചെയ്യുകയും ചെയ്യുന്ന അള്ളാഹു ജല്ല ജലാലു, ആ റബ്ബിനെ നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോഴേ നമ്മുടെ ഈമാൻ പൂർത്തിയാവുള്ളൂ. അല്ലെങ്കിൽ ഒരു കഥല്ലാതെ കുറേ മതങ്ങളുണ്ട്, കുറേ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ജൈന മതക്കാരും കൺഫ്യൂഷ്യസ് മതക്കാരും ബുദ്ധമതക്കാരും സൊറാസ്ട്രിയൻസും, ലോകത്തെ ഏതൊക്കെ മതവിഭാഗങ്ങളുണ്ട്. അങ്ങനെ ഒരു മതം ഇസ്ലാം അങ്ങനെ അല്ലല്ലോ. അറ്റ്ലീസ്റ്റ് നമ്മൾ വിശ്വസിക്കുന്നത്
ജീവിതത്തിൻ്റെ കൃത്യമായ പന്ഥാവ് ഇതാണ്, ഇത് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്നവരാ മുഅ്മിനീങ്ങൾ. അതുകൊണ്ട് we have to be proud that Allah is our Lord. നമുക്ക് അങ്ങനെ അഭിമാനം തോന്നണം. We should be proud that Muhammad sallallahu alaihi wasallam is our messenger. അഭിമാനം തോന്നാറുണ്ട് റസൂലുള്ളാഹി എൻ്റെ റസൂലാണെന്ന് പറയുമ്പോൾ. വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ. പുണ്യ നബി തങ്ങൾ മുആദ് എന്നവർക്ക് ഇത് പഠിപ്പിച്ചു കൊടുത്തത് സ്നേഹം തണൽ വിരിച്ചുകൊണ്ടാണ്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു മുആദേ, 16 വയസ്സുള്ള കുട്ടിയോടായി പറഞ്ഞത്. മുആദ് എന്നവർ പറയാ, എൻ്റെ ജീവിതത്തിൽ ഞാൻ പിന്നെ മറന്നുപോയിട്ടില്ല, എപ്പോഴും അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുവേ, നിനക്ക് ശുക്ർ ചെയ്യാൻ, നിനക്ക് ദിക്ർ ചൊല്ലാൻ, അതോടൊപ്പം നല്ല ഇബാദത്ത് ചെയ്യാൻ അല്ലാഹു നീ എന്നെ സഹായിക്കണമേ. ഇത് ഓരോ നിസ്കാരത്തിന്റെ പിറകിലും മഹാനായ മുആദ് എന്നവർ ചൊല്ലിയിരുന്നു. കാരണം എന്താണെന്നറിയോ? അത് തോളിൽ പിടിച്ച് സ്നേഹത്തോടെ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതാ. സ്വല്ലല്ലാഹു അടിച്ചുകൊണ്ടല്ല